ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും 1 മില്യൺ സ്റ്റിച്ചിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ തയ്ച്ച് കഴിഞ്ഞ നൈറ്റിക്ക് എളുപ്പത്തിൽ എങ്ങനെ പോക്കറ്റ് വെക്കാമെന്നാണ് നോക്കുന്നത്. പോക്കറ്റ് പല മെത്തേഡിൽ നമുക്ക് വെച്ച് കൊടുക്കാം. അതിൽ ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഈ മെത്തേഡ് നിങ്ങൾ മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ യൂസാക്കിയ നൈറ്റി ആണെങ്കിലും അതുപോലെ പോക്കറ്റ് ഇല്ലാത്ത റെഡിമെയ്ഡ് നൈറ്റി ആണെങ്കിലും അതിനൊക്കെ നമുക്ക് ഈ പോക്കറ്റ് വെക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. ഞാനിവിടെ തയ്ച്ച് കഴിഞ്ഞ നൈറ്റി എടുത്തിട്ടുണ്ട്. ഇത് നൈറ്റിയുടെ നല്ല ഭാഗമാണ്. നമ്മൾ ചെയ്യേണ്ടത് നൈറ്റിയുടെ മോശം ഭാഗം മുകളിലോട്ട് ആക്കി കൊടുക്കാം. നൈറ്റിൻ്റെ മോശം ഭാഗം ഇതുപോലെ മുകളിലോട്ട് ആക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് പോക്കറ്റിന് എത്രയാണ് ലെങ്ത്ത് വേണ്ടത് അത് മാർക്ക് ചെയ്യാം. ലെങ്ത്ത് മാർക്ക് ചെയ്യേണ്ടത് ഷോൾഡറിൻ്റെ ഇവിടെ നിന്നാണ്. ഏറ്റവും മുകളിൽ നിന്ന് നമ്മൾ എവിടെ വരെയാണോ ലെങ്ത്ത് വേണ്ടത് അവിടെ വരെ നമുക്ക് മാർക്ക് ചെയ്യാം. മാർക്ക് ചെയ്യുമ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ വലത് ഭാഗത്ത് തന്നെ മാർക്ക് ചെയ്യണേ. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചിരുന്ന മെത്തേഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ മോശം ഭാഗത്ത് പോക്കറ്റ് വെക്കുന്ന രീതിയാണ് കാണിക്കുന്നത്. മോശം ഭാഗത്തിൻ്റെ തയ്യൽ തുമ്പിൻ്റെ ഈ ഭാഗത്താണ് നമ്മൾ പോക്കറ്റ് വെച്ച് കൊടുക്കുന്നത്. ഈ രണ്ട് ഭാഗത്താണ് നമ്മൾ പോക്കറ്റ് വെച്ച് കൊടുക്കുന്നത്. ആ പോക്കറ്റിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യാം. പോക്കറ്റിൻ്റെ ലെങ്ത്ത് ഏറ്റവും മുകളിൽ നിന്ന് 18 ഇഞ്ചാണ് വേണ്ടത്. 18 ഇഞ്ച് എടുത്ത് മാർക്ക് ചെയ്യാം. ഇവിടെയാണ് വേണ്ടത്. മാർക്ക് ചെയ്യാം. എല്ലാവർക്കും 18 ഇഞ്ച് തന്നെ മതി കേട്ടോ. 18 ഇഞ്ചിൽ കുറയാൻ പാടില്ല. ഹൈറ്റ് കുറച്ച് കുറവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ 1/2 ഇഞ്ച് കുറച്ച് കൊടുത്തോ. ഹൈറ്റ് കുറച്ച് കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ 1/2 ഇഞ്ച് കൂട്ടി കൊടുത്താൽ മതി. അതിൽ കുറക്കാനും കൂട്ടാനും പാടില്ല. കാരണം കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ ആയിരിക്കും വരുന്നത്. നമ്മൾ പോക്കറ്റ് നിൽക്കേണ്ട സ്ഥാനം എന്ന് വെച്ചാൽ ഷേപ്പിന് കുറച്ച് താഴെയും അതുപോലെ ഹിപ്പിന് കുറച്ച് മുകളിലായിട്ട് വേണം പോക്കറ്റ് നിൽക്കാൻ. എന്നാലും നമ്മൾ കൈ കറക്റ്റായിട്ട് ഇടാൻ പറ്റുള്ളൂ കേട്ടോ. ഇനി നമ്മൾ മുകളിൽ നിന്ന് 18 ഇഞ്ച് മാർക്ക് ചെയ്ത ആ ലൈനിൽ ഇവിടെ ഒരു നോച്ച് കൊടുക്കാം. കാരണം നമ്മൾ പോക്കറ്റ് വെക്കുമ്പം രണ്ടും മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നോച്ച് കൊടുക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെയാണ് പോക്കറ്റ് വെച്ച് കൊടുക്കുന്നത്. ഈ രണ്ട് ഭാഗത്താണ് പോക്കറ്റ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ സ്ഥാനം മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നോച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യാം, പോക്കറ്റിനായിട്ട് ക്ലോത്ത് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ക്ലോത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ക്ലോത്തിൻ്റെ നീളം എടുത്തിട്ടുള്ളത് 9.5 ഇഞ്ചാണ്. ക്ലോത്തിൻ്റെ വീതി എടുത്തിട്ടുള്ളത് 7.5 ഇഞ്ചാണ്. അത് ഡബിളായി മടക്കിയിട്ടാണ് 7.5 ഇഞ്ച് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇതുപോലെ ഡബിളായി മടക്കിയിട്ടാണ് 7 ഇഞ്ച് എടുത്തിട്ടുള്ളത്. ഇത്ര നീളവും വീതി എടുത്തത് തയ്ച്ച് കഴിയുമ്പം ഇത് കറക്റ്റായിട്ട് വരും. അതുമാത്രമല്ല ഇപ്പോൾ എല്ലാവരുടെ കയ്യിലുള്ള ഫോണും കുറച്ച് വലിയ ഫോണാണ്. മുമ്പത്തെ പോലെ ചെറിയ ഫോണല്ല. അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ പോക്കറ്റ് കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ. ഇനി നമ്മൾ പോക്കറ്റിനായിട്ട് ചെറിയൊരു ഷേപ്പ് കൊടുക്കാം. ഷേപ്പ് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ബിഗിനേഴ്സ് ആകുമ്പം അവർക്കത് ഷേപ്പ് ഇല്ലാതെ ആയിരിക്കും ഏറ്റവും നല്ലത് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ചെറുതായിട്ടൊരു ഷേപ്പ് കൊടുക്കുന്നുണ്ട്. ഷേപ്പ് കൊടുക്കേണ്ടത് നമ്മൾ ഈ ഓപ്പണുള്ള ഭാഗത്തല്ല ഷേപ്പ് കൊടുക്കേണ്ടത്. ഈ ഫോൾഡുള്ള ഭാഗത്താണ് ഷേപ്പ് കൊടുക്കേണ്ടത്. ഇതുപോലെ ചെറുതായിട്ടൊരു ഷേപ്പ് കൊടുത്താൽ മതി. ഇങ്ങനെയാണ് ഷേപ്പ് വരച്ചു കൊടുക്കേണ്ടത്. അതിൻ്റെ ഏകദേശം അളവ് ഞാൻ പറഞ്ഞു തരാം. ഈ ഓപ്പണുള്ള ഭാഗത്തു നിന്ന് ഇവിടത്തേക്ക് ഒരു 4 എടുത്ത് മാർക്ക് ചെയ്യാം. അതേപോലെ താഴെന്ന് മുകളിലോട്ട് 5 ഇഞ്ച് എടുത്ത് മാർക്ക് ചെയ്യാം. ഇതാണ് യഥാർത്ഥ അളവ്. ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെയാണ് നമ്മൾ പോക്കറ്റ് വന്നിട്ടുള്ളത്. ഇനി നമ്മൾ ഈ പോക്കറ്റ് ഈ നൈറ്റുമായിട്ട് എങ്ങനെ അറ്റാച്ച് ചെയ്യാൻ നോക്കാം. നമ്മൾ നേരത്തെ ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ട് ഒരു നോച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ ഈ പോക്കറ്റ് ഇതുപോലെ നൈറ്റീൻ്റെ തയ്യൽ തുമ്പിൻ്റെ നല്ല ഭാഗവും ഇതാണ് നല്ല ഭാഗം. ഈ നല്ല ഭാഗവും ഈ പോക്കറ്റിൻ്റെ നല്ല ഭാഗം ഇതാണ് നല്ല ഭാഗം. ഈ നല്ല ഭാഗവും ഈ നമ്മൾ നേരത്തെ നോച്ച് കൊടുത്ത് അവിടെ ഒപ്പത്തിനൊപ്പം വെച്ചിട്ട് ഇവിടെ ഇതുവരെ തയ്ക്കാം. 1/2 ഇഞ്ച് വിട്ട് 2 സ്റ്റിച്ച് ഇവിടെ വരെ കൊടുക്കാം. നമ്മൾ തയ്ക്കുമ്പം 2 തയ്യൽ തുമ്പ് ഒരുമിച്ച് വെച്ച് തയ്ക്കാൻ പാടില്ല. ഒരു തയ്യൽ തുമ്പ് സെപ്പറേറ്റ് എടുത്തിട്ട് വേണം നമ്മൾ തയ്ച്ചു കൊടുക്കാൻ. ഞാൻ പിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. അപ്പോൾ തയ്ക്കുമ്പം കൂടുതൽ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഇതൊരു ഭാഗത്ത് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ട മറ്റേ ഭാഗത്തെ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതുപോലെ, അതായത് നൈറ്റിൻ്റെ തയ്യൽ തുമ്പ് ഇതാണ്, പോക്കറ്റിൻ്റെ നല്ല ഭാഗം ഇതാണ്.
നേരത്തെ നമ്മൾ വെച്ച പോലെ ഈ നോച്ചും അതുപോലെ പോക്കറ്റിൻ്റെ ഈ തുമ്പും ഇതുപോലെ ഒപ്പത്തിനൊപ്പം വെച്ചിട്ട് ഇതുപോലെ താഴെ വരെ ഇവിടുന്ന് ഇതുവരെ തയ്ക്കാം. തയ്ക്കുമ്പോൾ 2 സ്റ്റിച്ച് കൊടുക്കണം. ഇവിടെ നമുക്ക് ഇതുപോലെ പിൻ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ പിൻ ചെയ്തിട്ട് കാണിക്കുന്നത് തയ്ക്കുമ്പം കൂടുതൽ എളുപ്പത്തിൽ മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ പിൻ ചെയ്തിട്ട് ഞാൻ കാണിക്കുന്നത് കേട്ടോ. ഇങ്ങനെയാണ് നമ്മളെ പോക്കറ്റ് വരുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടുന്ന് ഇതിലേ കൂടി ഇവിടെ വരെ തയ്ക്കാം. ഇവിടുന്ന് നേരെ ഇതിലേ കൂടി ഇവിടെ വന്നിട്ട് ഇവിടെ സ്റ്റോപ്പ് ആക്കാം. 2 സ്റ്റിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നേരെ ഇതിലേ കൂടി വരുന്നത്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് പോക്കറ്റിലേക്ക് കൈ കടത്താനായിട്ട് ഇതുപോലെ കൈ വെച്ച് കൊടുക്കാം. കൈ വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത 18 ഇഞ്ചിന് കുറച്ച് താഴെയായിട്ട് വേണം കൈ വെച്ച് കൊടുക്കാൻ. കൈ വെച്ച് കൊടുത്തിട്ട് ഇവിടെ മാർക്ക് ചെയ്യാം. ഇവിടെ മാർക്ക് ചെയ്യാം. ഏകദേശം ഒരു 5-5.25 മതി. ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം അത് എത്ര വന്നിട്ടുള്ളത് നോക്കാം. അപ്പോൾ ഇത് വന്നിട്ടുള്ളത് 5.25. ഏകദേശം ഒരു 5-5.25 മതി. അതിൽ കൂടുതൽ എടുക്കണ്ട, കുറവ് കൊടുക്കണ്ട. കുറവെടുത്ത് കഴിഞ്ഞാൽ കൈ പോകില്ല. കൂടുതലെടുത്ത് കഴിഞ്ഞാൽ ഭയങ്കര ലൂസായിട്ട് മൊബൈലൊക്കെ പുറത്തേക്ക് വരും. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടുന്ന് ഇവിടത്തേക്ക് ഇവിടെ ഒരു സ്റ്റിച്ചില്ല, 2 സ്റ്റിച്ച് ഉണ്ട്. ആ 2 സ്റ്റിച്ച് നമ്മൾ പൊട്ടിച്ച് കൊടുക്കണം. ഇത് ഇപ്പോൾ അല്ല, പോക്കറ്റൊക്കെ തയ്ച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് നമുക്ക് പൊട്ടിച്ച് കൊടുക്കാം. അപ്പോൾ ഇനി നമ്മൾ തയ്ക്കേണ്ടത് ഇവിടുന്ന് ഇതിലേ കൂടി വന്ന് ഇവിടുന്ന് ഇതിലേ കൂടി വന്ന് ഇവിടെ സൂചി കുത്തി നിർത്തി ഇവിടെ കെട്ടിട്ട് കൊടുക്കാം. വീണ്ടും നമുക്ക് ഇതിലേ കൂടി പോയി ഇവിടെ സ്റ്റോപ്പ് ആക്കാം. അപ്പോൾ 2 സ്റ്റിച്ച് വന്നു. അപ്പോൾ ഈ തയ്ക്കുന്നതും കൂടി കാണിച്ചു തരാം. അപ്പോൾ കൂടുതൽ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് ഇനേബിൾ ചെയ്ത് വെക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്കും ഷെയറും ചെയ്യണേ കേട്ടോ. ഇനി നമുക്ക് തയ്ക്കുന്നത് എങ്ങനെ നോക്കാം. നമ്മൾ നേരത്തെ പിൻ ചെയ്ത് കൊടുത്ത് അതുപോലെ തന്നെ ഉണ്ട്. അപ്പോൾ തയ്ച്ച് വരുമ്പോൾ ഈ പിന്ന് ഊരി കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾ പോക്കറ്റിനായിട്ട് തുണി എടുക്കുമ്പം ഏകദേശം മാച്ചായിട്ടുള്ള കളർ എടുക്കുന്നതായിരിക്കും നല്ലത്. ഞാനിവിടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കളർ എടുത്തത്. ഞാൻ കാര്യങ്ങൾ പറഞ്ഞു തരുമ്പം നിങ്ങൾക്ക് ക്ലിയറായി മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഡിഫറെൻ്റ് ആയിട്ടുള്ള തുണി എടുത്തത് കേട്ടോ. നമ്മൾ തയ്ക്കുമ്പം 2 തയ്യൽ തുമ്പും ഇതുപോലെ ഒരുമിച്ച് വെച്ച് തയ്ച്ചേക്കല്ലേ. അപ്പോൾ ഇതുപോലെ നമ്മൾ നേരത്തെ പിൻ ചെയ്ത് വെച്ച് അതുപോലെ പിടിക്കാം. ഇങ്ങനെ ആക്കാം. ഇതുപോലെ ആക്കിയിട്ട് ഇങ്ങനെയാണ് നമ്മൾ തയ്ച്ചു കൊടുക്കേണ്ടത്. തയ്ക്കുമ്പോൾ 2 സ്റ്റിച്ച് കൊടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ കെട്ടിട്ട് നിർത്താം. ഇവിടുന്ന് ഇതുവരെ തയ്ക്കാം. തയ്ക്കുമ്പം പോക്കറ്റിൻ്റെ തുണിയും അതുപോലെ നമ്മൾ നൈറ്റിൻ്റെ തയ്യൽ തുമ്പിൻ്റെ തുണിയും ഒപ്പത്തിനൊപ്പം ഉണ്ടോയെന്ന് ചെക്ക് ചെയ്യണേ. ഒരു ഭാഗം നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ മറ്റേ ഭാഗം തയ്ച്ചെടുക്കാം. ഇതും നമ്മൾ നേരത്തെ പിൻ ചെയ്ത് വെച്ചതുപോലെ തന്നെ ഉണ്ട്. ഫസ്റ്റ് ഇവിടുന്ന് ഇതുവരെ തയ്ക്കാം. 2 സ്റ്റിച്ച് കൊടുത്ത് തയ്ച്ചെടുക്കാം. പോക്കറ്റിൻ്റെ 2 ഭാഗവും തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇവിടുന്ന് ഇതിലേ കൂടി ഇവിടെ വരെ തയ്ക്കാം. ഇവിടെ കെട്ടിട്ട് നിർത്തി വീണ്ടും ഇതിലേ കൂടി ഇവിടെ വരെ പോവാം. ഇവിടെ സ്റ്റോപ്പ് ആക്കാം. അതിന് ശേഷം ഇവിടുന്ന് ഇതിലേ കൂടി ഇവിടെ വന്ന് ഇവിടെ സ്റ്റോപ്പ് ആക്കാം. ഇവിടെ വീണ്ടും കുത്തി നിർത്തി കെട്ടിട്ട് നിർത്തിയിട്ട് ഇവിടുന്ന് ഇവിടെ സ്റ്റോപ്പ് ആക്കാം. അപ്പോൾ 2 സ്റ്റിച്ച് വരും.
പോക്കറ്റിൻ്റെ മുകളിലുള്ള ഭാഗം നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി തയ്ക്കേണ്ടത് താഴെയുള്ള ഭാഗമാണ്. ഇത് ഇതുപോലെ ഒപ്പത്തിനൊപ്പം ആക്കിയ ശേഷം ഈ തയ്യൽ തുമ്പ് ഇങ്ങോട്ടാക്കി കൊടുക്കാം. ആക്കി കൊടുത്തതിന് ശേഷം ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇവിടെ സ്റ്റോപ്പ് ആക്കാം. ഇവിടെ നമ്മൾ നേരത്തെ കൈ പോക്കറ്റിലേക്ക് കടത്തി വിടാനായിട്ട് 5.25 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മൾ സൂചി കുത്തി നിർത്തി അവിടെ കെട്ടിട്ട് കൊടുക്കാം. ഇനി വീണ്ടും താഴെലോട്ട് വന്ന് ഇവിടെ സ്റ്റോപ്പ് ആക്കാം കേട്ടോ. നമ്മളിവിടെ പോക്കറ്റ് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടുന്ന് ഇവിടത്തേക്ക് സ്റ്റിച്ച് പൊട്ടിച്ച് കൊടുക്കുകയാണ് വേണ്ടത്, നമ്മുടെ കൈ അകത്തോട്ട് പോകാനായിട്ട്. അതിന് ഇതുപോലത്തെ ഒരു കത്രിക എടുക്കാം. നൂല് പൊട്ടിക്കുന്ന കത്രികയാണിത്. ഇതുപോലെ എടുത്തിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെറുങ്ങനെ ഒന്ന് കട്ട് കൊടുക്കാം. അതേപോലെ ഇവിടെയും കട്ട് കൊടുക്കാം. അതേപോലെ ഇവിടെയും കട്ട് കൊടുക്കാം. അതേപോലെ രണ്ട് ഭാഗവും ഇതുപോലെ കട്ട് കൊടുക്കാം. അപ്പോൾ നൂല് രണ്ട് ഇളകിയിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ വലിച്ചു കൊടുത്താൽ മതി. ഇവിടെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ മോശം ഭാഗം അകത്തോട്ടാക്കി കൊടുക്കാം. നൈറ്റീൻ്റെ നല്ല ഭാഗം മുകളിലോട്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ പോക്കറ്റ് എങ്ങനെയുണ്ട് നോക്കാം. ഇതാണ് നമ്മളെ പോക്കറ്റ്. ഇനി ഇതിലേക്ക് നമ്മൾ കൈ ഇട്ട് നോക്കാം. എങ്ങനെ നോക്കാം. നല്ല അടിപൊളിയായിട്ടുള്ള പോക്കറ്റാണ് വന്നിട്ടുള്ളത്. ഇതുപോലെയാണ് നമ്മുടെ പോക്കറ്റ് വന്നിട്ടുള്ളത്. സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് പോക്കറ്റ്. ഇനി ഇത് അകത്തോട്ടാക്കി കൊടുക്കാം. ഇനി നമ്മളെ പോക്കറ്റിൽ എന്തെങ്കിലും ഇട്ട് നോക്കണ്ടേ, ഓക്കെ ആണോ എന്ന് നോക്കണ്ടേ. ഇതുപോലെ ഒന്നിട്ട് നോക്കാം. ഇത് പവർ ബാങ്കാണ്. ഇതുപോലെ ഇട്ട് നോക്കാം. എങ്ങനെയാണ് പോക്കറ്റ് വന്നിട്ട്. ഇതിൻ്റെ അകത്ത് പവർ ബാങ്ക് ഉണ്ട്. അത് നമുക്ക് എടുക്കാം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.